ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ബൺ മസ്കയും ഇറാനി ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും ബട്ടറും സ്പോൺസർ ചെയ്ത മാമനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബൺ മസ്കയുടെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ബട്ടറാണ് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതിനുശേഷം നമ്മുടെ മാമൻ സ്പോൺസർ ചെയ്ത മിൽക്ക് മെയ്ഡാണ് നമ്മൾ ബട്ടറിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇനിയുള്ളത് മിക്സിംഗ് ആണ്. നമ്മുടെ ബട്ടറും മിൽക്ക് മെയ്ഡും നല്ലവണ്ണക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മാമൻ പുറകിലൂടെ വന്ന് ഞാനറിയാതെ കൊതി വിട്ടുകൊണ്ടിരുന്നത്. ഗൈസ്, അങ്ങനെ ഞാൻ കൈനീട്ടാൻ പറഞ്ഞ് ഇച്ചിരി മാമൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ മാമൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു അടിപൊളി ടേസ്റ്റാണ്. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ബണ്ണ് മുറിക്കാനുള്ള സമയമാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബണ്ണ് മുറിച്ച് ആ ഒരു ഫില്ലിങ്ങോടെ നമ്മുടെ ബണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് നമ്മുടെ ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനി ചായയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ചായ ഇവിടെ തിളപ്പിക്കാൻ വെച്ചപ്പോഴാണ് വേറൊരു സംഭവം നടന്നത്. വേറൊന്നുമല്ല, മാമൻ നമുക്കൊരു ചാലഞ്ച് ചെയ്യാൻ തന്നെയാണ്. ഹാൻഡ് ഗ്രിപ്പ് മുട്ടിക്കുന്നതായിരുന്നു ചാലഞ്ച്. ഗൈസ്, അപ്പം ഞാൻ ചാലഞ്ച് നിഷ്പ്രയാസം ഏറ്റെടുത്ത് നിഷ്പ്രയാസം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഗൈസ്, അപ്പം ഞാൻ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഉള്ള മാമൻ്റെ മോന്തയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗൈസ്, അപ്പോൾ അതിന് ശേഷം നമ്മൾ മാമനൊരു പണി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ട് മാമൻ്റെ കയ്യിലോട്ട് കൊടുത്തിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ മാമനറിയാതെ നമ്മുടെ മാമൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തപ്പോൾ മാമൻ പുച്ഛത്തോടെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ മാമൻ ഇവിടെ നല്ല രീതിക്ക് കഷ്ടപ്പെടുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ മാമൻ ഇവിടെ ഹാൻഡ് ഗ്രിപ്പ് മുട്ടിച്ച പോയിൻ്റ് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. ആ ഒരു പോയിൻ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അത്ഭുതം. അവസാനം ഞാൻ മാമൻ്റെ ഹാൻഡ് ഗ്രിപ്പ് കൊടുത്ത് ഓടിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഏലക്കയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കടുപ്പത്തിനനുസരിച്ച് നമ്മൾ തേയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പാലാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ പാൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലിൻ്റെ കൂടെ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിൽക്ക് മെയ്ഡും പാലും കൂടെ നമ്മൾ നല്ലവണ്ണക്ക് ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മൾ തേയിലവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇറാനി ചായയും ബൺ മസ്കയും നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കിയിട്ട് പറയാം നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായ എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ കൊടുക്കുന്നത് മാമനാണ്. ഗൈസ്, അങ്ങനെ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ നല്ല സ്റ്റൈലിലുള്ള ഒരു ഗ്ലാസ് നോക്കി എടുത്തതാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഗ്ലാസ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ ബൺ മസ്ക അതിൽ മുക്കി കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മുടെ മാമൻ ബൺ മസ്ക കഴിച്ചും നോക്കി, ഇറാനി ചായ കുടിച്ചും നോക്കി. മാമൻ പറഞ്ഞു അടിപൊളി ടേസ്റ്റാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബൺ മസ്ക ഞാനും ഇവിടെ ട്രൈ ചെയ്ത് നോക്കി, കഴിച്ചും നോക്കി കുടിച്ചും നോക്കി. അടിപൊളി ടേസ്റ്റായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മുടെ ഗ്ലാസ് ചെറുതായതുകൊണ്ട് നമ്മുടെ ബൺ മസ്ക മുക്കി കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൺ മസ്ക ഞാനിവിടെ മുറിച്ച് മുക്കി കഴിച്ചു. ഗൈസ്, അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴായിരുന്നു ഗംഭീര ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റായിരുന്നു. ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.